എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇന്ന എം എൽ എയുടെ അല്ലെങ്കിൽ ഇന്ന എം പിയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചത് എന്തെങ്കിലുമൊക്കെ നിർമ്മിതികൾ കണ്ടിട്ടുണ്ടല്ലോ. പാലാ കോടതിയുടെ വാദക്കൽ ഇന്ന എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു വെയിറ്റിംഗ് ഷെഡുണ്ട്. ഇരിക്കാൻ പിടിപ്പിച്ചിരിക്കുന്നത് പൈപ്പാണ്. വളരെ സ്റ്റാൻഡേർഡായിട്ട് പറയാം. ആ പൈപ്പിൽ ഇരിക്കണമെങ്കിൽ നമ്മൾ ഈ പൃഷ്ഠം വെച്ച് സർക്കസ് കാണിക്കാൻ ശേഷിയുള്ളവരാണല്ലേ പറ്റുള്ളൂ. ഇച്ചിരി തടി കൂടിയവരോ നടുവിന് ഇച്ചിരി പ്രശ്നമുള്ളവരോ ഒക്കെയാണ് വരുന്നതെങ്കിൽ അതൊന്നെങ്കിൽ മുന്നിലോട്ട് വീഴും, അല്ലേ പുറകോട്ട് വീഴും. ആ രീതിയിലാണ്. അതുകൊണ്ട് നിർവാഹമുള്ളിടത്തോളം ആളുകൾ അത്തയിൽ ഇരിക്കാറുമില്ല. ഇനി അഥവാ പൃഷ്ഠം അത്തയിലൊന്ന് കൊള്ളിച്ചെങ്കിൽ തന്നെ പെട്ടെന്ന് അങ്ങ് എഴുന്നേറ്റ് പോവുകയും ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കിക്കോണേ, നികുതിപ്പണം കൊടുക്കുന്നവനെ കഷ്ടപ്പെടുത്താൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാർ ഇത് ഉണ്ടാക്കുന്നവനെതിരെയൊക്കെ നിയമ നടപടികൾ എടുക്കേണ്ടതല്ലേ. ഏതൊക്കെയാലും ഈ ദിവസങ്ങളിൽ ഹൈക്കോടതി അതിനെതിരെ കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് വാർത്തകൾ വരുന്നുണ്ട്. അതായത് ഈ ഒറ്റ പൈപ്പിൽ ആൾക്കാരെ പൃഷ്ഠം കൊണ്ട് സർക്കസ് ചെയ്യിപ്പിക്കുന്ന പരിപാടി ഇനി വേണ്ട, അതങ്ങ് നിർത്തിച്ചേക്കാൻ ഹൈക്കോടതി കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ വാർത്ത കണ്ടു. ഏതൊക്കെയാലും ഇതങ്ങ് എടുപ്പിക്കുമ്പോൾ ഒരു പ്രശ്നമുള്ളത്, ഇത് ഉണ്ടാക്കി വെച്ച ഉദ്യോഗസ്ഥന്മാരും ഇതിൻ്റെ പുറകെ കളിച്ചവന്മാരും ഇതിൻ്റെ നഷ്ടം സഹിക്കുമോ? നാട്ടുകാരൻ്റെ നികുതിപ്പണം എടുത്തല്ലേ ഇത് വെച്ചേക്കുന്നത്. ഇനി ഇതുപോലെയുള്ള പലവിധ നിർമ്മിതികളും കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുമുണ്ട് ഇന്ന എം എൽ എയുടെ അല്ലെങ്കിൽ ഇന്ന എം പിയുടെ. കൂടുതലും ഉണ്ടാക്കി വെച്ചേക്കുന്ന ഹൈമാസ് ലൈറ്റുകളാണ്. ചുമ്മാ ഒരു പൈപ്പും മണ്ടയിൽ ഒരു ലൈറ്റും താഴെ ഒരു സോളാർ പാനലിൻ്റെ ബോർഡും. 24 ലക്ഷം രൂപ വരെ മുടക്കിയ ഹൈമാസ് ലൈറ്റുകൾ വടക്കൻ കേരളത്തിൽ ഉണ്ടെന്ന് ഈ അടുത്ത കാലം വരെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ കാണാമായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ 4 വർഷമായി മുടങ്ങാതെ നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളാണ് വലുത്, ജനങ്ങളാണ് രാജാവ്, ഭരിക്കുന്നവരും ഉദ്യോഗസ്ഥരും സേവകരാണ്. ജനങ്ങളെ സേവിക്കാൻ ജനങ്ങളാൽ നിയമിതരായവരാണ് അവർ. അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ തന്നെ അവരെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അവരുടെ മുന്നിൽ പോയി ഇങ്ങനെ വളഞ്ഞു നിൽക്കുകയും വേണ്ട. അവർ അനുവദിക്കുന്ന പണം പൊതുജനത്തിൻ്റെ നികുതിപ്പണമാണ്. ഇതൊക്കെയാണ് ഞങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പൂഞ്ഞാറിൻ്റെ നിയുക്ത എം എൽ എ എം ജെ സെബാസ്റ്റ്യൻ ഇപ്പോൾ പറഞ്ഞു, എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് എന്ന ഒരു നിർമ്മിതിയിലും എഴുതി വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇത് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടിരുന്ന പണമല്ല, ഇത് പൊതുജനത്തിൻ്റെ നികുതി പണമാണ്. അത് എൻ്റെ പേരിൽ എഴുതി വെക്കാൻ ഞാൻ ലജ്ജിക്കുന്നു എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അതൊരു നാണം കെട്ട ഏർപ്പാടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇനി മുന്നിലോട്ട് ഞാനിതൊന്നും എഴുതി വെക്കുകയല്ല. എന്താണേലും അതിനകത്ത് 2-3 കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ ഇനി മുന്നിലോട്ട് ഞാൻ ഒരു പരിപാടിയും ചെയ്യുകയല്ലെന്നായിരിക്കും അങ്ങനെ ഉദ്ദേശിച്ചത്. അതാണോ ഇല്ലയോ എന്നുള്ളത് കാലം തെളിയിക്കണം. നമുക്കിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയാൻ ഒക്കെയല്ല. അതോ ഇനി വളരെ പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ട് ചെയ്തതാണോ എന്നും അറിയത്തില്ല. എന്നാൽ ഇത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഒരാൾക്കെങ്കിലും കാര്യം പിടികിട്ടിയല്ലോ. ഞാൻ പറയുന്നത്, സോഷ്യൽ മീഡിയ ഈ വിവരം ഏറ്റെടുത്ത് സകല എം എൽ എമാരും എം പിമാരും ഇങ്ങനെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങിയാൽ അതിനകത്ത് ചില ഗുണങ്ങളുണ്ട്. ഒന്നാമത്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു എം എൽ എ സ്ഥാനത്തോട്ട് മത്സരിക്കുന്ന ആൾക്ക് ചിലവാക്കാൻ അനുവദിക്കുന്ന തുക 40 ലക്ഷമാണ്. ഒരു എം പി സ്ഥാനത്തേക്ക് അത് 90 ലക്ഷമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ അതൊരു 4 കോടി മുതൽ 10 കോടി വരെ ചിലവാക്കാറുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇങ്ങനെ ചിലവാക്കുന്ന എം എൽ എമാർക്ക് പിന്നീട് വരുന്ന 5 വർഷം കൊണ്ട് ശമ്പളവും യാത്രാബത്തയും മറ്റാനുകൂല്യങ്ങളെല്ലാം കൂടെ കൂടിയാൽ അങ്ങേയറ്റം ഒരു 2 കോടി രൂപയ്ക്ക് താഴെ വരുമാനമായിട്ട് ലഭിക്കുന്നുള്ളൂ. പിന്നെ അതിനകത്തുനിന്ന് ചിലവും പോകണ്ടേ. അപ്പോൾ ഈ ബാക്കി വരുന്ന തുക 10 കോടിയൊക്കെ മുടക്കി കഴിഞ്ഞാൽ, ഈ 1 കോടിയൊക്കെ മിച്ചം കിട്ടിക്കഴിഞ്ഞാൽ ഈ ബാക്കി വരുന്ന തുക ഒപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വലിയ അഴിമതികൾ ചെയ്യുന്നത്. അതുതന്നെ അടുത്ത് പിന്നീട് മുന്നോട്ട് വരുന്ന മത്സരങ്ങളിൽ വീണ്ടും ചിലവാക്കാൻ 8-10 കോടി രൂപ വേണ്ടേ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന അഴിമതികൾ. അപ്പോൾ പിന്നെ മുന്നിലോട്ടും മത്സരിക്കണമെങ്കിൽ കുറേ പരസ്യം വേണം. ഒരാൾ എം എൽ എ ആയിരിക്കുമ്പോൾ ചെയ്ത കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കാൻ പരസ്യപ്പെടുത്തുന്നതാണ്. അത് അവരുടെ ഒരു നിലനിൽപ്പിൻ്റെ വിഷയം കൂടിയാണ്. എന്നാൽ സോഷ്യൽ മീഡിയ അതിശക്തമായി ഈ കാലത്ത് പരമ്പരാഗത വാർത്താ മാധ്യമങ്ങളെ, പത്രങ്ങളെയും ടി വികളെയും ഒക്കെ സ്വാധീനിക്കാൻ കഴിഞ്ഞാലും സ്വാധീനിക്കാൻ കഴിയാത്ത സോഷ്യൽ മീഡിയ കാര്യങ്ങൾ വെളിയിൽ കൊണ്ടുവരുന്ന രാഷ്ട്രീയക്കാർക്കെല്ലാം തന്നെ ഒരുവിധം ബോധം വന്നിട്ടുണ്ട്. അതൊരു വലിയ കാര്യം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ പഴയതുപോലെ
രാഷ്ട്രീയം കൊണ്ട് കോടാനുകോടി ഉണ്ടാക്കാനോ രാഷ്ട്രീയം വലിയ കച്ചവടമാക്കാനോ ഒന്നും മിന്നലോട്ട് ഒരുത്തർക്കും സാധിക്കില്ല. കാരണം ജനങ്ങൾ, പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ അതിൻ്റെ അടിത്തട്ടിൽ വരെ ചെല്ലാൻ തുടങ്ങി. അത് ജനാധിപത്യത്തിൻ്റെ ഒരു വലിയ വിജയമാണ്. ഇത് ശരിക്കും യഥാർത്ഥത്തിൽ ഇവിടുത്തെ പത്രങ്ങളും ഇവിടുത്തെ മീഡിയകളും ചെയ്യേണ്ട കാര്യം അവരാരുടെയൊക്കെ വാല് നക്കാൻ പോയതുകൊണ്ട് ഇപ്പോൾ ഇവിടുത്തെ സോഷ്യൽ മീഡിയ ചെയ്യുന്നെന്നുള്ളതാണ് സത്യം. പിന്നെ MLAയുടെ ആസ്തി വികസന ഫണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം ഏതാണ്ട് ഇവിടുത്തെ ജനത്തിനറിയാം. എന്താ അത്? MLA അല്ലെങ്കിൽ MP-യുടെ ആസ്തി വികസിപ്പിക്കാനായി ചെയ്തു കൂട്ടുന്ന പണികൾ. ഈ പണിയിൽ MLA അല്ലെങ്കിൽ MP എത്ര അടിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരർത്ഥമാണ് ജനം ഇതിനകത്തുനിന്ന് മനസ്സിലാക്കുന്നത്. ജനങ്ങൾക്ക് ഈ കാര്യം ഇപ്പം നല്ലപോലെ മനസ്സിലായി എന്ന് MLA-മാർക്കും MP-മാർക്കും പിടികിട്ടിയിട്ടുണ്ട് എന്നത് തന്നെ ജനാധിപത്യത്തിൻ്റെ വിജയമാണ്. ഇങ്ങനെ എഴുതി വെക്കുന്നത് ഒരു നാണം കെട്ട പരിപാടിയാണെന്ന് അദ്ദേഹം പറഞ്ഞത് വളരെ സന്തോഷമായിട്ട് എടുക്കാം. ഈ കാര്യം കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് മനസ്സിലായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്ക് മുടക്കിയ കോടികൾ ലാഭിക്കാമായിരുന്നു. ഈ 40 വണ്ടിയൊക്കെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ അലറിക്കുതിച്ച് പോകുന്ന നാട്ടുകാരൻ്റെ പണമാണ് എന്നൊരു തോന്നലുണ്ടായിരുന്നെങ്കിൽ എന്തേരം തുക ലാഭിക്കാമായിരുന്നു. ഇന്നയാളുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് പണിത ഹൈമാസ് ലൈറ്റിന് ഇത്ര ലക്ഷം രൂപ എന്ന് എഴുതി വെക്കുമ്പോൾ ജനത്തിന് മനസ്സിലാകും ഇതിനകത്ത് മാന്യമായ തുക വെട്ടിച്ചിട്ടുണ്ട്. ഇനി എഴുതി വെക്കുന്നില്ലേ ഒരു പ്രശ്നവും വരാനില്ലല്ലോ. അങ്ങനെ ഒരു വശം കൂടി ഇതിൻ്റെ ബാക്കിയുണ്ട്. അതാണോ പുള്ളി ഉദ്ദേശിച്ചതെന്ന് എനിക്ക് ഒരു ചെറിയ സംശയമുണ്ട്. അത് പക്ഷേ നമുക്ക് തുടക്കത്തിലേ അങ്ങനെ പറയാൻ പറ്റിയല്ല, അത് കാലം തെളിയിക്കട്ടെ. പൊതുജനത്തിൻ്റെ നികുതി പണം എടുത്ത് ഉപയോഗിക്കുന്നത് എഴുതി വെച്ചിട്ട് അതിൻ്റെ പേരിൽ പൊതുജനത്തിനെ സ്വാധീനിക്കാനുള്ള പരസ്യമായി ഉപയോഗിക്കുന്നത് സത്യത്തിൽ ശരിയായ ഒരു നടപടി അല്ല. സ്വന്തം കാര്യസാധ്യത്തിനുള്ള രാഷ്ട്രീയ നേട്ടത്തിനായുള്ള സ്വയം പരസ്യപ്പെടുത്തൽ ആയി ഇതിനെ കാണേണ്ടതാണ്. ഇത് സുതാര്യത ഉറപ്പുവരുത്താനാണെന്ന് വാദിക്കുന്നവരുണ്ട്. രാഷ്ട്രീയക്കാർ അങ്ങനെയല്ലേ വാദിക്കുള്ളൂ. ഇതിനായി ഉപയോഗിച്ച തുക ഏത് ഫണ്ടിൽ നിന്ന് വന്നു എന്ന് ജനങ്ങൾക്ക് അറിയാൻ അവകാശമുണ്ട്, അതിനാലാണ് എഴുതി വെക്കുന്നതെന്ന് വാദിക്കുന്നവരുമുണ്ട്. ആരുടെ കാലഘട്ടത്തിലാണ് നിർമ്മിച്ചത് എന്നറിയാനാണ് എഴുതി വെക്കുന്നു എന്ന് പറയുന്നവരുമുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം അതൊന്നുമല്ല, വെറും രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയുള്ളതാണ് എന്നതാണ് സത്യം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ചെറിയ വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാക്കി വെച്ചിട്ട് 10 ലക്ഷം രൂപയായി എന്ന് എഴുതി വെച്ചാൽ ഒരു ചെറിയ വീട് നിർമ്മിക്കുന്ന തുക എത്രയാണെന്ന് ജനത്തിനറിയാം. ആ വീടും ഈ വെയിറ്റിംഗ് ഷെഡുമായിട്ട് നോക്കുമ്പോൾ ഇത്രയും വലിയ തുക എഴുതി വെച്ചാൽ അത് വിശ്വസിക്കാൻ മാത്രം പൊട്ടന്മാരൊന്നുമല്ല മനുഷ്യർ. അതുകൊണ്ട് ഇപ്പം ഈ എഴുതി വെക്കുന്നത് മണ്ടത്തരമാണെന്ന് എഴുതി വെക്കുന്നവർക്ക് ഏതാണ്ട് വ്യക്തമായി തുടങ്ങിയിട്ടുണ്ട്. ജനങ്ങളുടെ പണം എടുത്ത് നിർമ്മിച്ചിട്ട് പേരിലും പ്രശസ്തിക്കും വേണ്ടി വലിയ അക്ഷരത്തിൽ എഴുതി വെക്കുന്നത് തെറ്റാണ് എന്ന് തന്നെയാണ് ജനങ്ങളിൽ ഭൂരിഭാഗത്തിൻ്റെ അഭിപ്രായം. ഇനി പദ്ധതിക്ക് തുക അനുവദിച്ചു എന്നതിനേക്കാൾ വലിയ അക്ഷരങ്ങളിൽ MLAയുടെ പേരും അല്ലെങ്കിൽ MP-യുടെ പേരും മാത്രം ഒരു രാഷ്ട്രീയ പ്രാധാന്യത്തോടെ നൽകുന്നത് ഒരു തന്ത്രം മാത്രമാണ്. ഉദാഹരണത്തിന് ഹൈമാസ് ലൈറ്റ്, സ്കൂൾ ബസ്സുകൾ, ആംബുലൻസുകൾ എന്നിവയിൽ വലിയ അക്ഷരത്തിൽ പേരെഴുതി വെക്കുന്നത് പലപ്പോഴും പരിഹാസ വിഷയമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ആംബുലൻസിൻ്റെ സൈഡിലൊക്കെ വലിയ അക്ഷരത്തിൽ MLAയുടെ പേരെഴുതി വെക്കുന്നത് എന്തേരം വൃത്തികേടാ. ഇനി ആരുടെ ആസ്തി വികസന ഫണ്ടാണ് എന്നതിനേക്കാളും ഏത് കാലഘട്ടത്തിൽ നിർമ്മിച്ചു, ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് നിർമ്മിച്ചത്, എത്ര രൂപയാണ് അതിൻ്റെ നിർമ്മാണ ചെലവ് എന്നൊക്കെ എഴുതി വെച്ചാൽ കാര്യങ്ങൾ സുതാര്യമാകുകയും ജനങ്ങൾക്ക് അറിയുകയും ചെയ്യാം. ഇനി ഇതിലെല്ലാം പ്രധാനമായിട്ടുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നിർമ്മിതി പൂർത്തീകരിച്ച് കഴിയുമ്പോൾ ഇതെത്ര വർഷം എടുത്തു, ഇതിൻ്റെ നിർമ്മാണ കാലഘട്ടം എന്നുകൂടെ ഒന്ന് രേഖപ്പെടുത്തിയാൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്ത കാലഘട്ടം ഏത്, ഇത് ടെൻഡർ ചെയ്ത കാലഘട്ടം ഏത്, ഇത് വർക്കെടുത്ത കോൺട്രാക്ടറുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പരും, ഇത് ചെയ്യിച്ച ഒരു ഉദ്യോഗസ്ഥനുണ്ട് അവിടെ നിന്ന് ചെയ്യിച്ചേ, ആ ഉദ്യോഗസ്ഥൻ്റെ പേരും ഫോൺ നമ്പരും തസ്തികയും, ഇതെത്ര വർഷം കൊണ്ടാണ് പൂർത്തീകരിച്ചത്, നിർമ്മാണം തുടങ്ങി ഇപ്പോൾ എത്രയായിരുന്നു എസ്റ്റിമേറ്റ് തുക, നിർമ്മാണം പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോൾ ബില്ലുകൾ മാറിയപ്പോൾ എത്ര തുകയായി, ഇതിനകത്ത് പൊതുജനത്തിന് ഏതെങ്കിലും വിധത്തിൽ സംശയം ഉണ്ടായാൽ വിവരാവകാശ നിയമപ്രകാരം ഏത് വ്യക്തിയെയാണ് ബന്ധപ്പെടേണ്ടത് എന്നൊക്കെയുള്ള അഡ്രസ്സുകളും കൂടി ഈ ബോർഡിൽ ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ ഓർക്കായിരുന്നു ഈയിടെ തിരുവനന്തപുരത്ത് ഒരു സ്കൂൾ ഇടിഞ്ഞു വീണു, ഏത് ഉദ്യോഗസ്ഥനാണ് അത് പണിയിച്ചത് എന്നൊരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, അയാളുടെ അഡ്രസ്സും ഫോൺ നമ്പരും ഉണ്ടായിരുന്നെങ്കിൽ അയാൾക്കെതിരെ ക്രിമിനൽ നിയമ നടപടികൾ എടുക്കാമായിരുന്നു.
ഇന്നലകളിൽ അങ്ങനെ എഴുതി വെച്ചായിരുന്നെങ്കിൽ ഇതുവരെ ചെയ്ത എല്ലാ നിർമ്മാണങ്ങൾക്കകത്തും ആരെങ്കിലുമൊക്കെ കുടുങ്ങുകയും അകത്തു പോവുകയും ചെയ്തേനെ. ഇതുവരെ അങ്ങനെ ചെയ്തില്ല. ഉദ്യോഗസ്ഥന്മാർ അവരെ നോക്കിയാണല്ലോ നിൽക്കുന്നത്. ഇനി മുന്നോട്ട് അപ്രകാരം ചെയ്യുകയാണെങ്കിൽ മുന്നോട്ട് ചെയ്യുന്നതെല്ലാം സുതാര്യമായി കൊണ്ടുപോകാനും കഴിയും. ഏതൊക്കെയാലും ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ച MJ സെബാസ്റ്റ്യൻ MLAക്ക് പ്രത്യേകമായി ഒരു അഭിനന്ദനം അറിയിക്കുന്നു. ആ പ്രഖ്യാപനത്തിൻ്റെ പുറകിൽ നല്ലൊരു ഉദ്ദേശമാണ് എന്ന് തൽക്കാലം മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നു. അതിനപ്പുറത്ത് എന്തെങ്കിലും കിട്ടിയാൽ അന്നേരം നിങ്ങളെ അറിയിക്കാം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.